പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മെൻഷൻ ചെയ്തിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ഒരു വേർഡിനെ പ്രവാചകന് അർത്ഥവത്താക്കിയ ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരിക്കലും പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വെള്ളക്കെട്ടിൽ ഒരു തേളിങ്ങനെ ബുദ്ധിമുട്ടിന് കണ്ടു. ഒരുപാട് കഷ്ടപ്പാടുകൾ കണ്ടും കൊണ്ടും വളർന്ന ആ ഹൃദയത്തിന് ആ ജീവിയുടെ പ്രയാസത്തെ നോക്കി നിൽക്കാനായില്ല. പ്രവാചകൻ പോയിട്ട് ആ തേളിനൊന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. തേള് കയ്യിൽ കുത്തി. വേദന കൊണ്ട് പ്രവാചകന് കൈയെടുത്തു. തേള് വീണ്ടും വെള്ളത്തിൽ വീണു. വീണ്ടും പ്രവാചകൻ അത് റിപ്പീറ്റ് ചെയ്തു. വീണ്ടും തേളിനെ എടുക്കാൻ ശ്രമിച്ചു. വീണ്ടും കുത്തി. വീണ്ടും മൂന്നാമതും എടുക്കാൻ ശ്രമിച്ചപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, തേള് കടിക്കൂലെ, പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ കഴിച്ചിലാക്കാൻ നിൽക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ അതിനെ ഹെൽപ്പാക്കാൻ നിൽക്കുന്നത്? അപ്പൊ പ്രവാചകന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മളെ എത്ര ചിന്തിച്ചാലും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നുള്ള പടച്ച തമ്പുരാന്റെ വാക്കിനോട് അർത്ഥവത്താക്കുന്ന പ്രവാചകന്റെ ക്യാരക്ടർ. പ്രവാചകൻ പറയാണ്, തേള് തേളിന്റെ ക്യാരക്ടർ ചെയ്തു, തേള് തേളിന്റെ സ്വഭാവം ചെയ്തു, ഞാൻ എന്റെ സ്വഭാവവും ചെയ്യുന്നു. മാഷാ അല്ലാഹ്, എന്തൊരു കാരുണ്യം! കാരുണ്യത്തിന്റെ കടലും ഭൂമിയും ആകാശവും ലോകം തന്നെയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിയുടെ അനുയായികളാണ് ഞാൻ. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരാൾ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ച് അതേപടി റിയാക്ട് ചെയ്യാതെ ഒന്ന് സഹനത്തിലും ഒന്ന് ശാന്തതയോടുകൂടെ ഒന്ന് പെരുമാറിയാൽ യു ആർ ബെസ്റ്റ് ഇൻ ദി വേൾഡ് ഇൻഷാ അല്ലാഹ്.